നമസ്കാരം. മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നല്ല ഒരു തലവേദന വന്നാൽ അന്നത്തെ ഒരു ദിവസം തന്നെ പോയെന്ന് വേണം പറയാനായിട്ട്. ചിലരൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു തലവേദന വന്നാൽ അപ്പോൾ തന്നെ മരുന്നിനെ ആശ്രയിക്കും. എന്നാൽ ചില പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് ഉള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വെള്ളയ്ക്ക അല്ലെങ്കിൽ വെച്ചിങ്ങ എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ തെങ്ങിൻ ചോടിലൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാറുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തലവേദന കുറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വെള്ളക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റിയിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ കുരുമുളകാണ്. അപ്പോൾ ഇതുപോലൊരു 3-4 കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് നമുക്ക് വെച്ചിങ്ങയുടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിട്ട് ഇരുന്നോളും. ഒരു 3-4 എണ്ണം അതുപോലൊന്ന് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരച്ചിട്ടെടുക്കണം. നമ്മൾ ചന്ദനമൊക്കെ ഉരച്ചെടുക്കത്തില്ലേ, അതുപോലെ നമുക്കിതുപോലെ ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിൽ ഇങ്ങനെ നമുക്കൊന്ന് ഉരച്ചിട്ട് എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 തുള്ളി വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ഉരച്ചെടുക്കുകയാണെങ്കിൽ ചന്ദനമൊക്കെ നമ്മൾ ഉരച്ചെടുക്കുന്ന മാതിരി ആ ഒരു കറക്റ്റ് രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. ഉരച്ചെടുത്ത വെച്ചിങ്ങയും കുരുമുളകും ചേർന്ന മിക്സ് നമുക്ക് തലവേദനയ്ക്ക് നെറ്റിയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് തലവേദന കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനൊന്ന് ചെയ്തു നോക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. മറ്റുള്ളവരിലേക്ക് നിങ്ങളിതൊന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 2. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതേപോലെ കുറച്ച് കമ്പി എടുത്തിട്ടുണ്ടേ. അപ്പം നൂൽക്കമ്പിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ, അത് മതി. ഇനി നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഈ സൈഡിലും 2 ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഓപ്പോസിറ്റ് സൈഡിലും 2 ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആ കമ്പി ഒന്ന് വളച്ചൊന്ന് ചൂടാക്കിയിട്ടിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കമ്പി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഞാനിത് കട്ട് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിലേക്ക് നമ്മൾ ഈ കമ്പി ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ഹോളിലേക്ക് ഇടുമ്പോൾ നമ്മളൊന്ന് ക്രോസ് ചെയ്തിട്ട് വേണം കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി കേട്ടോ. വീഡിയോയിൽ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടും. ഇനി ഇത് കുറച്ച് നീളം ഈ ഒരു ഭാഗത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടൊന്ന് മുറിച്ച് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ താഴെ നിൽക്കുന്ന ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ഹുക്ക് പോലെ ഒന്ന് വളച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വളച്ചു കൊടുക്കുക. രണ്ടും ഒരേ അളവിൽ വേണം കേട്ടോ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തു. നമ്മൾ നല്ല അടിപൊളി ഒരു ഓർഗനൈസറാണ് സിമ്പിളായിട്ടിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കമ്പിക്ക് പകരം ഉണ്ടല്ലോ പഴയ വളയൊക്കെ ഉണ്ടാവുമല്ലോ, കമ്പി കൊണ്ടുള്ള വളയൊക്കെ കളറൊക്കെ മങ്ങിപ്പോയ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ വള എടുത്താലും മതിയേ. രാവിലെ ചാവിയൊക്കെ തപ്പി സമയം കളയാതെ ഇതുപോലെ ഈ ഹുക്കിൽ നമ്മളൊന്ന് കൊളുത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതുപോലെ സിസറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് കുറച്ച് ഹുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ നമുക്കിതിൽ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. ടിപ്പ് നമ്പർ 3. നിങ്ങൾ മുരിങ്ങയില തമ്പുളി എന്ന് കേട്ടിട്ടുണ്ടോ? മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. മുരിങ്ങയില തമ്പുളി മിക്കവാറും ആൾക്കാരൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിന്ന് മുരിങ്ങയില തമ്പുളി ഉണ്ടാക്കി നോക്കാം കേട്ടോ. മുരിങ്ങയുടെ ഇല, പൂവ്, കായ തുടങ്ങി എല്ലാം തന്നെ ആരോഗ്യ രക്ഷയ്ക്ക് ഉതകുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വൈറ്റമിൻ സി, ഇ, കാൽസ്യം, പൊട്ടാസ്യം, ഇരുമ്പ്, പ്രോട്ടീന്, അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട്. ബീറ്റ കരോട്ടീൻ, അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഫെനോലിക്സ്, ആൻറ്റി കരോട്ടിനോയിഡ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ആരോഗ്യ ഗുണങ്ങൾ ഉള്ള മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു തമ്പുളി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുരിങ്ങയില ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണേ. മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമയമെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഏകദേശം 1 പിടിയോളം മതി കേട്ടോ മുരിങ്ങയില. ഒരുപാട് മുരിങ്ങയിലയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പാൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, കുറച്ച് ജീരകം, പിന്നെ കാന്താരിമുളക് ഒരു എരിവിനനുസരിച്ചിട്ട്. നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് പച്ചമണം മാറി വന്നാൽ മാത്രം മതി. നമ്മുടെ മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കളറൊന്നും മാറരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ.
ഇങ്ങനെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കളർ ഒട്ടും പോകാതെ തന്നെ നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 3-4 സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങയിലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്കാണ് നമുക്കിത് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ മിക്സിയിലോട്ട് തന്നെ നമുക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങോട്ട് നീട്ടിയൊന്നും എടുക്കേണ്ട കേട്ടോ, ഒന്ന് കുറുകിയിരിക്കുന്ന രീതിക്ക് മതി. ഇനി ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു, ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ച് നമ്മുടെ മുരിങ്ങയില തമ്പുളിയുടെ മുകളിലേക്ക് ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള മുരിങ്ങയില തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ആരോഗ്യ ഗുണങ്ങൾ അധികമുള്ള ഒരു നല്ല കറിയാണ്, ഒഴിച്ച് കറിയാണ്. ഒപ്പം തന്നെ നമുക്കിത് സംഭാരമായിട്ടും ഉപയോഗിക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ തണുത്ത വെള്ളമൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ദാഹിച്ചു വരുമ്പോൾ നമുക്ക് സംഭാരം പോലെ നമുക്കിത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്പം പുളിയുള്ള തൈര് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് നമ്പർ 4. പല്ലുവേദന ഉണ്ടാകാത്തവർ വളരെ കുറവായിരിക്കും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പല്ലുവേദന അനുഭവിക്കാറുണ്ട്. കഠിനമായ പല്ലുവേദനയാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതലൊക്കെ നീണ്ടു നിന്നാൽ നമ്മൾ വിദഗ്ധ ചികിത്സ തേടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി പല്ലുവേദനയുടെ ആരംഭഘട്ടത്തിൽ ചെയ്യാവുന്ന ഒരു ചെറിയ പൊടിക്കൈ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ എടുത്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല്ലുവേദന പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടാകും. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. എത്രയോ പേര് പല്ലുവേദന എടുത്ത് വളരെയധികം പ്രയാസപ്പെടുന്നു. അപ്പം ജസ്റ്റ് നമുക്ക് വളരെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 5 ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു CD എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ CD ഒരു മെഴുകുതിരി വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് നടുഭാഗത്തോട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് നമുക്കൊന്ന് വളഞ്ഞ് കിട്ടുമേ. അപ്പോൾ ഈ CD ഒക്കെ പഴയതൊക്കെ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ ഇതുണ്ട് ഞാൻ ഇതുപോലെ അതൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളു കാര്യം. ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു മൊബൈൽ സ്റ്റാൻഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടായിരിക്കും ഫോണൊക്കെ നോക്കുന്നത്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുകയാണ് എങ്കിൽ 10 പൈസ ചിലവില്ലാതെ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.